والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ വേർഡിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന് അറബിയിൽ എന്ത് പറയും? കലിമ. പഠിച്ചതാണ് ഈ കലിമ. അത് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 3 types. 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇസ്മ, അതാണ് ഞാൻ പഠിച്ചത് അല്ലേ? ഇസ്മ, ഇനി ഇതെല്ലാം ജോയിന്റ് ചെയ്താല് അതെന്തായി മാറും? കലിമത്തിന്. ഇത് കലിമത്തിന്റെ ഒരു വേർഡ്, ഇതൊരു വേർഡ്. വേർഡുകൾ കൂട്ടിച്ചേരുമ്പോഴാണ് എന്തോ സെന്റൻസ് ആണ് അല്ലേ? ഇത് കൂടിച്ചേരുമ്പോൾ സെന്റൻസ് ആണ്. സെന്റൻസിന് അറബിയിൽ പറയുന്ന പേരാണ് ജുംല. ഇവിടുന്ന് അതാണ് പഠിച്ച് ഫീല് പഠിച്ച് ഹർഫ് പഠിച്ച് ഇത് ജോയിന്റ് ചെയ്യുമ്പോൾ എന്ത് പേര് പറയും? ജുംല, സെന്റൻസ് പറയും. നമ്മൾ ഖുർആനിലെ ഓരോ ആയത്തുകൾ വേഴ്സസ് എന്ന് പറയും, റെസ്പെക്റ്റ് കൂട്ടി. അത് ഒരേ സെന്റൻസുകളാണ്. ഇനി നമ്മൾ വേർഡിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു? കലിമത്തുകൾ കൂട്ടി കൂട്ടി സെന്റൻസ് ആക്കാൻ പറ്റും. സെന്റൻസിനെ അറബിയിൽ ജുംല എന്ന് പറയും. അതാണ് ജുംല. ജുംല ഞാനത് that means sentence. This jumla is classified into two. ഇതെന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? സെന്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു പേര് جملة فعلية. جملة فعلية two types are there. One is silent and ഇവിടെ ഇത് മാത്രമേ ഇവിടുത്തെ എഴുതാൻ. Jumla is classified into two. First one is جملة فعلية. جملة فعلية. فعلية എന്ന് പറഞ്ഞാൽ ക്രിയ. ക്രിയ അഥവാ ക്രിയയിൽ ആരംഭിക്കുന്ന വാക്യം, ഒരു വെർബ്സിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. എക്സാമ്പിൾ, ഖാല റസൂലുള്ളാഹ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അതൊരു പ്രവൃത്തിയാണ്, വെർബാണ് അല്ലേ? അപ്പൊ ഖാല റസൂലുള്ളാഹ് എക്സാമ്പിൾ ഫോർ ജുംലത്തുൽ ഫിഅലിയ്യ. ഖാല എക്സാമ്പിൾ എന്താണ്?
പാല പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ ഇവിടെ ജംലത്തുൽ ഫിഅലിയായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായി? ഇത് ഫിഅൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ജംലത്തുൽ ഫിഅലി വെർബൽ സെന്റൻസ് ഇംഗ്ലീഷിൽ. ഖുർആനിലെ ഒരു ആയത്ത് പറയും കുൽ ഹുവല്ലാഹു കുൽ പറയുക. അത് ജംലത്തുൽ ഫിഅലിയാണ്. അത് മൈൻഡിന്റെ പുറത്തേക്ക് ഇത് പഠിക്കുന്നതോടൊപ്പം ഖുർആനിലെ ഒരു വചനം നമ്മുടെ മൈൻഡിൽ കുൽ പറയുക. മനസ്സിലായി? അത് മനസ്സിലായി? ആ ആയത്ത് ക്ലാസ്സിലെ ആയത്ത് പഠിച്ചിട്ടുണ്ടാകും. പറയും നമ്മൾ എന്ത് പറയുന്ന സെന്റൻസ് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് അല്ലെങ്കിൽ അറബിയിൽ ജിംലെങ്കിലും 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സിൽ ഒന്നുകൊണ്ട് ഫിഅൽ കൊണ്ട് അറബി, വേർബ്സ് കൊണ്ട് അറബി. അതിനാണ് ജിംലത്തുൽ ഫിഅലി പറയുന്നത്. ഉദാഹരണം എന്താ? നമ്മൾ ഹദീസ് പഠിക്കണം. അല്ലേ പറഞ്ഞു. ഇതിന്റെ അമ്രരൂപമാണ് കുൽ. അത് നമ്മൾ ഖുർആനിലെ ക്ലാസ് ഓർത്തുന്നുണ്ട്. കുൽ ഹുവല്ലാഹു അഹദ് അദ്ദേഹത്തിന് ഉദാഹരണമാണ് ജംലത്തുൽ ഫിഅലിയായിട്ട് ഉദാഹരണം. മനസ്സിലായി? ഇന്നത്തെ നാളെ പുറത്തുള്ളത് ജംലത്തുൽ ഇസ്മിയ നാളെ. ഇത് 2 പാർട്ടുണ്ട്. ഒന്നേ ഞാൻ തുടങ്ങുന്നു. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല? ഡൗട്ടില്ല?